Dear students, നമുക്ക് അവഴെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സുരേന്ദ്രജിയെ കുറിച്ച് പഠിക്കാമെന്ന് പറഞ്ഞാണ്. അപ്പോഴേ ഇന്ന് ഞാൻ ഇത് കുറച്ച് ഇങ്ങനെ പഠിപ്പിച്ചതിന് ശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ തന്നതിൻ്റെ നോട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇന്ന് അതുകൂടാതെ കുറച്ച് നോട്ട്സും കൂടെ അയച്ചിരുന്നുണ്ട്. അപ്പോൾ ആ നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കണം. എന്നിട്ട് അത് അടുത്ത ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നതിൻ്റെ നോട്ട് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നോക്കുക, 80ാമത്തെ പേജ് ലാസ്റ്റ് പാരഗ്രാഫാണ്. അത് കുറച്ച് അത് തൊട്ട് നോക്കുക. गणित के मास्टर साहब सुरेंद्र जी का पीरियड खेलखंडी के बाद आता था. गणित मैक्सिमा गणित के मास्टर साहब ഗണിത് അധ്യാപകൻ, അതായത് മാത്സ് മാത്തമാറ്റിക്സ് മാസ്റ്റർ സുരേന്ദ്രജി, അദ്ദേഹത്തിൻ്റെ പീരീഡ് ഖേൽഖണ്ഡി കെ ബാദ് ആത്താ താ. ഖേൽഖണ്ഡി മീൻസ് രണ്ടർത്ഥത്തിൽ നമുക്ക് പറയാം. അതായത് ഇന്റർവെൽ എന്നുള്ളതും പറയാം, അതായത് PT എന്നും പറയാം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അതായത് പീരീഡ്, അതായത് PT പീരീഡ് എന്നും പറയാം. അപ്പോൾ ആ PT പീരീഡിന് ശേഷമായിരുന്നു ഗണിത്, അതായത് കണക്ക് അധ്യാപകനായ സുരേന്ദ്രജിയുടെ പീരീഡ് എന്തിന് ശേഷമാണ് ആയിരുന്നു? അതായത് PT പീരീഡ്, അതായത് നമ്മൾ കളിക്കാനുള്ള സമയത്തിന് ശേഷം ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗണിത് കെ മാത്സാബ് കാ നാം ക്യാ ഥാ? അതായത് മാത്സ് അധ്യാപകന്റെ പേര് എന്തായിരുന്നു? മാത്സ് അധ്യാപകന്റെ പേര് സുരേന്ദർജി. എന്തായിരുന്നു മാത്സ് അധ്യാപകന്റെ പേര്? സുരേന്ദർജി. അടുത്ത സെന്റൻസ്, ബെച്ച് നീ, അദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു നോക്കാം. ബെച്ചെ കുഞ്ഞുങ്ങൾ, ഉൻസെ കാമ്പത്തേത്തെ. ബെച്ചെ കുഞ്ഞുങ്ങൾ, ഉൻസെ അദ്ദേഹത്തെ, കാമ്പത്തേത്തെ വിറയ്ക്കുക എന്നാണ് ഇവിടുത്തെ അർത്ഥം. പേടിച്ചിരുന്നു. അതായത് കുഞ്ഞുങ്ങൾ അദ്ദേഹത്തെ കണ്ട്, കാമ്പിനെ പേടിക്കുക, വിറയ്ക്കുക എന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ പേടിച്ചു പോയിരുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭയങ്കരനായ ഒരു അധ്യാപകനായിരുന്നു. और खेलखंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. അപ്പോൾ കുഞ്ഞുങ്ങൾ അദ്ദേഹത്തെ പേടിച്ചിരുന്നത് കൊണ്ട്, ഇത് 5 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ്, 5ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഖേൽഖണ്ഡി ബന്ദ് ഹോനേസെ, ഖേൽഖണ്ഡി അതായത് ഈ കളി സമയം അവസാനിക്കുന്നതിന് മുൻപേ, 2 മിനിറ്റ് പഹലേഹി 2 മിനിറ്റ് മുൻപേ തന്നെ, അപ്പനി ജഗോംബർ അവരവരുടെ സ്ഥലത്ത്, ആക്കർ വന്ന്, ബൈറ്റ് ജാത്തേത്തെ ഇരുന്നിരുന്നു. അതാണ് അതായത് ബെച്ചെ കുഞ്ഞുങ്ങൾ, ഉൻസെ കാമ്പത്തേത്തെ അദ്ദേഹത്തെ, സുരേന്ദ്രജി മാത്സാവിനെ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഖേൽഖണ്ഡി ബന്ദ് ഹോനേസെ, അതായത് ആ കളി സമയം അവസാനിക്കുന്നതിന് 2 മിനിറ്റ് പകലേഹി 2 മിനിറ്റ് മുൻപേ തന്നെ, അപ്പനി ജഗോംബർ അവരവരുടെ സ്ഥലത്ത്, ആക്കർ ബൈറ്റ് ജാത്തത്തെ വന്ന് ഇരിക്കുമായിരുന്നു. നമ്മളാണെങ്കിലോ PT പീരീഡ് ആണെങ്കിൽ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി നേരം കൂടെ കളിച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമേ നമ്മൾ ക്ലാസ്സിൽ കയറാറുള്ളൂ. പക്ഷെ ഇത് അങ്ങനെ ആയിരുന്നില്ല. ആ ബെല്ലടിക്കുന്നതിന് മുൻപേ 2 മിനിറ്റിന് മുൻപേ വന്ന് ക്ലാസ്സിൽ കയറിയിരിക്കുമായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? അധ്യാപകനെ, സുരേന്ദ്രൻ മാസ്റ്ററിനെ അത്രയും കുട്ടികൾ ഭയപ്പെട്ടിരുന്നു. അടുത്ത പേജ് നോക്കെ. സുരേന്ദ്രജി മാത്സ് സാബ് ഇസി പീരീഡ് മേ കാഫി ജാഞ്ചത്തെ थे. സുരേന്ദ്രജി മാത്സ് സാബ്, സുരേന്ദ്രജി മാസ്റ്റർ, ഇസി പീരീഡ് ഈ പീരീഡ് അദ്ദേഹം വരുന്ന ആ പീരീഡിൽ, കാഫി നേരത്തെ പറഞ്ഞു നോട്ട്സ്, ജാഞ്ചിത്തേത്തെ ജാഞ്ചിന പരിശോധിക്കുക, അതായത് ചെക്ക് ചെയ്യുക, പരിശോധിക്കുക, ജാഞ്ചിന പരിശോധിക്കുക, ചെക്ക് ചെയ്യുക. അതായത് സുരേന്ദ്രജി മാസ്റ്റർ ആ പീരീഡിൽ എന്ത് ചെയ്യുമായിരുന്നു? നോട്ട് ചെക്ക് ചെയ്യുമായിരുന്നു. സരാസി ഗലത്തി പർ ബച്ചോങ്കോ ഇധർ ഉധർ ഫേങ്ക് ദേത്തെ थे या चापट मारने लगते थे. ഇവിടെ ആ സെന്റൻസ് വരച്ചിട്ടേക്കണം.
സരാസി ഗലത്തി, അദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വിശേഷത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, സരാസി ഗലത്തി പർ, സരാസി ചെറിയ നേരിയ തെറ്റിന് പോലും, സരാസി മീൻസ് സരാസി എന്ന് വെച്ചാൽ നേരിയ ചെറിയ ചെറിയ ഏറ്റവും ചെറിയ മിസ്റ്റേക്കിന് പോലും, ഗലത്തി മീൻസ് തെറ്റ്, അതായത് മിസ്റ്റേക്ക്, ചെറിയ മിസ്റ്റേക്കിന് പോലും വെച്ചോങ്കോ കുഞ്ഞുങ്ങളെ ഇതർ ഉദർ ഫേങ്ക് ദേത്തെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് വലിച്ചെറിയുമായിരുന്നു. യാ അല്ലെങ്കിലോ ചോപ്പഡ് മാർനെത്തെ അടിക്കുമായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? സരാസി ഗലത്തി പർ, ചെറിയ തെറ്റിന് പോലും, ചെറിയ നിസാര മിസ്റ്റേക്കുകൾക്ക് പോലും, ബച്ചോങ്കോ ഇതർ ഉദർ ഫേങ്ക് ദേത്തെ, കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചു തെള്ളുമായിരുന്നു. യ ചാപ്പട്ട് മാർനെ ലേത്തെ, അല്ലെങ്കിൽ അടിക്കുമായിരുന്നു. അത് വരച്ചിടുക. സരാസി ഗലത്തി പർ ബച്ചോങ്കോ ഇതർ ഉദർ ഫേങ്ക് ദേത്തെ യ ചാപ്പട്ട് മാർനെ ലേത്തെ. പിന്നെ എന്ത് ചെയ്യുമായിരുന്നു? ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താത്തോ, അദ്ദേഹത്തിന്റെ കൈ പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ, ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താത്തോ, അദ്ദേഹത്തിന്റെ കൈ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, രുക്കിന ഭൂൽ ജാത്താത്ത, രുക്കിന നിർത്തുവാൻ, അത് നിർത്തുവാൻ, അതായത് നിർത്തുവാൻ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? ഭൂൽ ജാത്താത്ത, മറന്നു പോകുമായിരുന്നു. അടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അദ്ദേഹം പിന്നെ അടി നിർത്താൻ അദ്ദേഹം മറന്ന് പോകുമായിരുന്നു. അതും വരച്ചിടുക. ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇത്രയുമാണ് പഠിക്കാനുള്ളത്. അതായത് ഗണിതക്കെ അധ്യാപക നാം ക്യാത്ത, അതായത് കണക്ക് അധ്യാപകന്റെ പേരെന്തായിരുന്നു? സുരേന്ദ്രജി മാത്സ, അല്ലെങ്കിൽ സുരേന്ദ്രജി മാത്സാവ് കോൻ താ, അദ്ദേഹം ആരായിരുന്നു എന്ന് വെച്ചാൽ ഗണിതക്കെ മാത്സാവ്, കണക്കിന്റെ മാസ്റ്റർ ആയിരുന്നു. ഉൻകി വിശേഷത ക്യാ ഹൈ, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ പ്രത്യേകത? അതായത് ബച്ചെ ഉൻസെ കാമ്പത്തേത്തെ, കുഞ്ഞുങ്ങൾ അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു. പിന്നോ സരാസി ഗലത്തി പർ, ചെറിയ തെറ്റിന് പോലും, ബച്ചോങ്കോ കുഞ്ഞുങ്ങളെ, ഇതർ ഉദർ ഫേങ്ക് ദേത്തെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചെറിയുമായിരുന്നു. യ ചാപ്പട്ട് മാർനെ ലേത്തെ, അല്ലെങ്കിൽ അടിക്കുമായിരുന്നു. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താത്തോ, അദ്ദേഹത്തിന്റെ കൈയെ ചലിക്കാൻ ആരംഭിച്ചാൽ, രുക്കിന ഭൂൽ ജാത്താത്ത, അത് നിർത്തുവാൻ അദ്ദേഹം മറന്ന് പോകുമായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് എന്ന് പറയുന്നത്, ലെറ്റർ ചോദിക്കാം, ഡയറി ചോദിക്കാം. അതായത് ബേലായുടെ ലെറ്റർ, ബേലായുടെ ഡയറി, സാഹിലിന്റെ ലെറ്റർ, സാഹിലിന്റെ ഡയറി, കൂടാതെ വളരെ ക്വസ്റ്റ്യൻ ആൻസറുകളും വരാവുന്ന ഒരു സംഭവമാണ്. ഇനി നമ്മൾ ഒന്നാമത്തെ പോയിന്റ് ബീർബഹൂട്ടിയങ്കോ കോജിന, രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പെൻമയും സ്യാഹി ഭർന, അടുത്ത മൂന്നാമത്തെ പോയിന്റിലോട്ട് കിടക്കുകയാണ്. അതായത് ബേലാക്കെ ബാലോമേം ഫംച ഫംസാന, അതായത് ബേലയുടെ തലമുടിക്ക് കുത്തിപ്പിടിച്ചു. ബേലാക്കെ ബാലോമേം ഫംച ഫംസാന, ബാൽ തലമുടി, ഫംച ഫംസാന കുത്തിപ്പിടിക്കുക. ബേലയുടെ തലമുടിക്ക് കുത്തിപ്പിടിച്ചതാണ് അടുത്ത സംഭവം. നോക്കാം. एक दिन सुरेंद्र जी माट साहब ने बेला के बालों में पमचा पमसाया. एक दिन, ഒരു ദിവസം, സുരേന്ദ്രജി മാറ്റ് സാബിനെ, സുരേന്ദ്രജി മാസ്റ്റർ, ബേല കെ ബാലോമേ, ബേലയുടെ തലമുടിയിൽ, പംച പംസായ കുത്തിപ്പിടിച്ചു. ഒരു ദിവസം ബേലയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചു. അതാണ് ഏക് ദിൻ, ഒരു ദിവസം, സുരേന്ദ്രജി മാറ്റ് സാബിനെ, സുരേന്ദ്രജി മാസ്റ്റർ, ബേല കെ ബാലോമേ, ബേലയുടെ തലമുടിയിൽ, പംച പംസായ, എന്താ പംച പംസാന? കുത്തിപ്പിടിക്കുക. ഇത് ഡയറി ഇതൊക്കെ ആയിട്ട് ചോദിക്കാം. പർ എന്നാൽ, ശായദ് ഒരു പക്ഷേ, ജിസ് ഗലത്തി കോ പാക്കർ വേ ഉസ്കെ ബാൽ പകഡ്കർ ഫേങ്കിനെ വാലെ തെ, വഹ് ഗലത്തി തി ഹി നഹി. പർ എന്നാൽ, ശായദ് ഒരു പക്ഷേ, ജിസ് ഗലത്തി കോ പാക്കർ ഏത് തെറ്റ് കണ്ടിട്ടാണോ, വേ അദ്ദേഹം,
ഉസ്കെ ബാൽ പകഡ്കർ ഫേങ്കിനെ വാലെ തെ. അവളുടെ ബാൽ പകഡ്കർ തലമുടി പിടിച്ച് ഫേങ്കിനെ വാലെ തെ എറിയുമായിരുന്നത് വഹ് ഗലത്തി തീ നഹീം, അത് തെറ്റായിരുന്നില്ല. ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം, ഏക് ദിൻ, ഒരു ദിവസം എന്താ സംഭവിച്ചത്? സുരേന്ദ്രജി മാത്സാബിനെ, സുരേന്ദ്ര മാസ്റ്റർ ബേല കെ ബാലോമേം പംച പംസായ, ബേലയുടെ തലമുടിക്ക് കുത്തിപ്പിടിച്ചു. പർ, എന്നാൽ, ഷായദ്, ഒരു പക്ഷെ, ജിസ് ഗലത്തി കോ പാക്കർ, ഏത് തെറ്റ് കണ്ടിട്ടാണോ, വേ ഉസ്കെ ബാൽ പകഡ്കർ ഫേങ്കിനെ വാലെ തെ, അവളുടെ ആ തലമുടിക്ക് അദ്ദേഹം കുത്തിപ്പിടിച്ചത് ഏത് തെറ്റ് കണ്ടിട്ടാണോ, അന്നേരം ഏതോ അദ്ദേഹം നോട്ട് ചെക്ക് ചെയ്തപ്പോൾ ഏതോ ഒരു മിസ്റ്റേക്ക് അതിനകത്ത് കണ്ടു. അന്നേരം ഏത് മിസ്റ്റേക്ക് കണ്ടിട്ടാണോ അദ്ദേഹം തലമുടിക്ക് കുത്തിപ്പിടിച്ചത്, പിന്നെ നോക്കിയപ്പോൾ എന്താണ്? ബഹ് ഗലത്തി തീ നഹീം, അത് തെറ്റായിരുന്നില്ല, മിസ്റ്റേക്ക് ആയിരുന്നില്ല. അദ്ദേഹം ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തോന്നി മിസ്റ്റേക്ക് ഉണ്ടെന്ന്. പക്ഷെ ആ മിസ്റ്റേക്ക് ഉണ്ടെന്ന് വിചാരിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തത്? തലമുടിക്ക് കുത്തിപ്പിടിച്ചത്. എന്നാൽ പിന്നെ അദ്ദേഹം നോക്കിയപ്പോൾ എന്തായിരുന്നില്ല? അദ്ദേഹം തെറ്റാണെന്ന്, മിസ്റ്റേക്ക് ആണെന്ന് വിചാരിച്ചത് യഥാർത്ഥത്തിൽ മിസ്റ്റേക്ക് ആയിരുന്നില്ല. അപ്പോഴ സ്വാഭാവികമായിട്ട് എന്ത് ഇടും? തലമുടി അങ്ങ് ഇടും. ഉനോനെ ബേലാക്കോ ചോട് ദിയ, അദ്ദേഹം എന്ത് ചെയ്ത്? ബേലാക്കോ ചോട് ദിയ, ബേലയെ വിട്ടു, ഉപേക്ഷിച്ചു എന്ന് വെച്ചാൽ ആ ബേലയുടെ ബാലോമേം ബേലാക്കെ ബാലോങ്കോ ചോട് ദിയ, ബേലയുടെ ആ തലമുടി അങ്ങ് വിട്ടു. അതുവരെ തലമുടി കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്നതാ. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്ത്? തെറ്റല്ലെന്ന് മനസ്സിലായപ്പം ബേലയുടെ തലമുടി വിട്ടു. ബേലാക്കെ ഫയഫീദ് ചേഹരേക്കോ ദേക്കർ, ബേലാക്കെ, ബേലയുടെ ഫയഫീദ് ചേഹരേക്കോ ദേക്കർ, ഭയാകുലമായ ആ മുഖം കണ്ടിട്ട്, സാഹിൽ ബുരി തരഹ് ഡർ ഗയാത്ത, അതായത് നമ്മുടെ സാഹിൽ ബുരി തരഹ്, വളരെ ഭയങ്കരമായ രീതിയിൽ, ഡർ ഗയാത്ത, ഭയന്നുപോയി. ബേലാക്കെ ഫയഫീദ് ചേഹരേക്കോ ദേക്കർ, ബേലയുടെ ആ ഭയാകുലമായ മുഖം കണ്ടിട്ട്, കാരണം അവള് ആ തെറ്റാന്ന് പറഞ്ഞ തലമുടിക്ക് ആകെപ്പാടെ ഈ സുരേന്ദ്ര മാസ്റ്ററിനെ പേടിച്ചിരിക്കുക. അപ്പോഴ് ആ തെറ്റാന്നും പറഞ്ഞ് അവളുടെ തലമുടിക്ക് ആ കുത്തി പിടിക്കുകയും കൂടെ ചെയ്തപ്പോഴത്തേക്ക് അവൾ എന്ത് ചെയ്ത്? ആകെ അങ്ങ് ഭയപ്പെട്ടു പോയി, അല്ലേ? അപ്പോഴ് ആ ബേലയുടെ ആ ഭയാകുലമായ ആ മുഖം കണ്ടിട്ട് സാഹിലോ ബുരി തരഹ് ഡർ ഗയാത്ത, അവനും വളരെ അധികം ഭയപ്പെട്ടിരുന്നു. അപ്പോഴ് ബേലാക്കെ ഫയഫീദ് ചെഹരേക്കോ ദേക്കർ, ബേലയുടെ ഭയാകുലമായ മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തരഹ് ഡർ ഗയാ, സാഹിൽ വളരെയധികം വിഷമിച്ചിരുന്നു. എന്നിട്ടോ उसने देखा कि बेला के पाव अफीफी कांप रहे हैं, उसने देखा कि അവൻ കണ്ടു, ബേല കെ പാവ്, ബേലയുടെ കാലുകൾ, അഫീഫി കാമ്പ് രഹേ, വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ നോക്കിയപ്പം ബേലയുടെ കാലുകൾ എന്ത് ചെയ്യാണ്? വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ്നെ ദേഖാ കി, അവൻ കണ്ടു, ബേല കെ പാവ്, ബേലയുടെ കാലുകൾ, അഫീഫി കാമ്പ് രഹേ, ഇപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ജൈസെ വഹ് ഖടേ ഖടേ അഫി ഗിർ ജായേഗി, ഏതുപോലെ വിറയ്ക്കുന്നത്? എങ്ങനെ പോലെയാണ്? വഹ്, അവൾ, ഖടേ ഖടേ, നിന്ന് നിന്ന്, അഫി ഗിർ ജായേഗി, ആ നിന്ന് നിന്ന് അപ്പോൾ തന്നെ വീണു പോകും എന്നുള്ള രീതിയിൽ അവളുടെ കാലുകൾ വിറയ്ക്കുകയായിരുന്നു. സുരേന്ദ്രജി മാറ്റ് സാബിനെ काफी को उसके बैठने की जगह पर फेंकते हुए कहा, സുരേന്ദ്രജി മാറ്റ് സാബിനെ, സുരേന്ദ്രജി മാസ്റ്റർ എന്ത് ചെയ്ത്? കാഫി കോ, ആ നോട്ട്സ്, ഉസ്കെ ബൈഠ്നെ കി ജഗഹ് പർ ഫേങ്ക്തേ ഹുയേ, അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞിട്ട്, കഹ, പറഞ്ഞു, ബൈഠ് അപ്പനി ജഗഹ് പർ, നിന്റെ സ്ഥലത്തിരിക്കും. അപ്പോഴ് സുരേന്ദ്രജി മാറ്റ് സാബിനെ, സുരേന്ദ്രജി മാസ്റ്റർ കാഫി കോ, നോട്ട്, ഉസ്കെ ബൈഠ്നെ കി ജഗഹ് പർ, അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക്, ഫേങ്ക്തേ ഹുയേ കഹ, എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ബൈഠ് അപ്പനി ജഗഹ് പർ, നീ നിന്റെ സ്ഥലത്ത് പോയി ഇരിക്കാൻ. അപ്പോഴാ പാരഗ്രാഫ് ഒന്ന് വരച്ചിട്ടേക്കണം. ആ സംഭവങ്ങള് ഡയറിക്കകത്തുള്ള പ്രധാന സംഭവങ്ങളാണ്. അടുത്തതും അതിലെ പ്രധാന സംഭവങ്ങളാണ്. അതായത് സുരേന്ദ്രജി മാറ്റ് സാബ് ബേലാക്കെ ബാലോമേം പംച പംസായ, അതായത് സുരേന്ദ്രൻ മാസ്റ്റർ ബേലയുടെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് അത് വരയ്ക്കുക.
शायद जिस गलती को पाकर वे उसके बाद पकड़कर फेंकने वाले थे वह गलती थी नहीं. ഏത് തെറ്റ് കണ്ടിട്ടാണോ അവളുടെ തലമുടിക്ക് പിടിച്ചെറിയുമായിരുന്നത് അത് തെറ്റായിരുന്നില്ല. വരയ്ക്കുക. ഉനോനെ ബേലാക്കോ ചോട് ദിയ, അദ്ദേഹം ബേലയെ വിട്ടു. ബേലാക്കെ ഫയഫീദ് ചേഹർ, അതും വരയ്ക്കുക. ബേലാക്കെ ഫയഫീദ് എന്ന് വെച്ചാൽ ആ പാരഗ്രാഫ് മൊത്തവും. ബേലാക്കെ ഫയഫീദ് ചേഹരെ കോ ദേക്കർ സാഹിൽ ബുരി തരഹ് ഡർ ഗയാ താ. ബേലയുടെ ഭയാകുലമായ മുഖം കണ്ടിട്ട് സാഹിൽ വളരെയധികം പേടിച്ചിരുന്നു. ഉസ്നെ ദേക്കാക്കി, അവൻ കണ്ടു ബേലാക്കെ പാവ് അഫീഫി കാമ്പ് രഹേ, ബേലയുടെ കാലുകൾ വിറയ്ക്കുന്നത്. ജയ്സേ വഹ് ഖടേ ഖടേ അഫി ഗിർ ജായേഗി, അങ്ങനെ നിന്നവൻ അവൾ താഴെ വീഴുവെന്നവൻ ഭയപ്പെട്ടു. സുരേന്ദ്രജി മാറ്റ് സാബിനെ, സുരേന്ദ്ര മാസ്റ്റർ കാഫി കോ നോട്ട് ഉസ്കെ ബൈഠ്നെ കി ജഗഹ് പർ ഫേങ്ക്തെ ഹുയെ, അവളിരിക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ബൈഠ് അപ്പനി ജഗഹ് പർ, നീ നിന്റെ സ്ഥലത്ത് പോയിരിക്കൂ. അപ്പോഴേ ഇത് മൊത്തവും വരച്ച് ഇടണം.